വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ തൊഴിലാളി സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. സമരം അവസാനിപ്പിച്ച് ജോലിക്ക് കയറിയാൽ നേതാക്കളുമായി ചർച്ച നടത്താമെന്ന നിലപാട് തൊഴിലാളികൾ അംഗീകരിച്ചു. തൊഴിലാളി സംഘടനാ നേതാക്കളുമായി ചർച്ച തുടങ്ങി. അരുൺ സോളമനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അരുൺ, എന്ത് തീരുമാനത്തിലാണ് ഇപ്പോൾ സമരം അവസാനിപ്പിച്ച് ജോലിക്ക് കയറാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്? ശ്രുതി, ഇത് വിഴിഞ്ഞം തുറമുഖത്തിൽ കുറെ കാലമായിട്ട് ജോലി ചെയ്യുന്ന ട്രെയിലർ തൊഴിലാളികളാണ് ഇന്നിപ്പോൾ സമരരംഗത്തേക്ക് എത്തിയത്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇവരുടെ ഡ്യൂട്ടി ഷിഫ്റ്റുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അവിടെ നടന്നു വരികയായിരുന്നു. 12 മണിക്കൂർ ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്. മറ്റൊന്ന്, ഓഫ് കൃത്യസമയങ്ങളിൽ ഇവർക്ക് ലഭിക്കാറില്ല എന്നുള്ളൊരു ആരോപണം കൂടി അവർ മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന് പിന്നാലെ ശക്തമായിട്ടുള്ള സമരമാണ് ശ്രീ കാമാക്ഷി ലോജിസ്റ്റിക്കിലെ ട്രെയിലർ തൊഴിലാളികൾ ഇപ്പോൾ സമരരംഗത്തേക്ക് എത്തിയത്. ഇതിന് പിന്നാലെ തന്നെ ഇന്നിപ്പോൾ ഈ കപ്പലിലെ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നതിൽ വലിയ തടസ്സം നേരിടുകയായിരുന്നു. ഇതിന് പിന്നാലെ വിഴിഞ്ഞം അധികൃതർ ഇപ്പോൾ ഈ തൊഴിലാളികളുമായി ചർച്ച ചെയ്യാം എന്നുള്ളൊരു കരാറിലേക്ക് എത്തിയിരിക്കുന്നു. അതിന് പിന്നാലെ ചർച്ചയ്ക്ക് സമ്മതിച്ചു കഴിഞ്ഞാൽ ജോലി ചെയ്യാമെന്നുള്ള നിലപാട് തൊഴിലാളികളും അംഗീകരിച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങളിലേക്ക് തൊഴിലാളികൾ വീണ്ടും ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും തൊഴിലാളികൾ വളരെ പോസിറ്റീവായിട്ടാണ് വിഴിഞ്ഞം അധികൃതരുടെ ഈ ചർച്ചയെ നോക്കിക്കാണുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നതും കയറ്റുന്നതും ഇറക്കുന്നതും ഈ ട്രെയിലർ തൊഴിലാളികളാണ്. നിലവിലെ ഈ ശ്രീ കാമാക്ഷി ലോജിസ്റ്റിക് എന്ന് പറയുന്ന കമ്പനിയിലെ തൊഴിലാളികളാണ് നിലവിൽ ഈ സമരരംഗത്തേക്ക് ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ സമരം പിൻവലിച്ചത് എന്തായാലും വിഴിഞ്ഞം പോർട്ട് അധികൃതരെ സംബന്ധിച്ചും ഒരുപോലെ ആശ്വാസകരമാണ്. ശ്രുതി. ഓക്കെ അരുൺ,